സാധനങ്ങൾ കുറച്ച് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കഴിച്ചാൽ മതി എന്നാ ദൈവം പറയാം. അങ്ങനെയൊക്കെ ദൈവം പറഞ്ഞിട്ടുണ്ടോ? ഒരു വീഴ്ച ആയതോടുകൂടി എനിക്കിപ്പോൾ പേടിയായി. ഒരു വീഴ്ച ആയില്ലേ, അത് ഒന്ന് രണ്ടവണ വീണെങ്കിലും ഇതിപ്പോൾ ലാസ്റ്റിലുള്ള വീഴ്ച ഒരു ഭയങ്കര ഇതായിരുന്നു. മോള് പൊയ്ക്കോ, ഞാൻ വന്നോളാം. അങ്ങനെ പറയല്ലേ. അങ്ങനെ പറഞ്ഞൂടാ. അയ്യോ, ഇന്ന് മഴക്കോളുണ്ടാ? ഉണ്ട്, ഇടയ്ക്കും മറയ്ക്കുമൊക്കെ. അതെങ്ങനെ മനസ്സിലാവും? ഇടയ്ക്ക് മുറക്ക് ഇടയ്ക്കൊരു ഇരുളം വരുന്നില്ലേ? ഓ, അപ്പോൾ ഞാൻ വരട്ടോ എന്ന് ചോദിച്ചോണ്ടിരിക്കുകയാണ്. വേണ്ട എന്ന് ഞാൻ പറഞ്ഞു. എന്താണ് ഫേവറേറ്റ്? ആരുടെ ഫേവറേറ്റാ? ഇവിടെ വച്ച ഒരു ഞാൻ ഇപ്പോഴും പറയാം ഡിഷ് ഞണ്ട് ബിരിയാണി. ഓ, ഇതേ സെയിം ഞണ്ട് നമ്മൾ മേടിച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ കളർ. ഇത് കടൽ ഞണ്ട്. ഇത് ഞണ്ടിനെ നോക്കി നിന്ന് പ്രാർത്ഥിക്കുന്ന കൈ കഴിയാത്തങ്ങനെ. അല്ല, നിക്കണ ഇപ്പൊ ഞണ്ട് നോക്കി നിന്ന് പ്രാർത്ഥിക്കണം. എനിക്കിവിടെ അണപ്പല്ല് വരുവാണ്, അതുകൊണ്ട് പൊട്ടിക്കാൻ പറ്റുമല്ലോ. അയ്യോടാ, ഇവിടെ കുറച്ച് വന്ന് ഇവിടെ ഇത്തിരിയും കൂടി വരുന്നു. അത് മോള് കടിച്ച് പൊട്ടിച്ചൊക്കെ തരും. ഞാൻ കടിച്ചു പൊട്ടിച്ചാൽ എന്റെ വായിലോട്ടല്ലേ പോകത്തുള്ളൂ. എനിക്ക് അത്ര ക്ഷമയൊന്നും ഇല്ല അമ്മായി. കടിച്ച് പൊട്ടിച്ച ആക്ച്വലി ഇത് കഴിക്കണമെങ്കിലേ ഭയങ്കര പേഷ്യൻസ് വേണം. നമ്മുടെ വായിലോട്ട് കിട്ടുമ്പോ അയ്യോ ഇത് പാവം ആളൂ എന്ന് പറഞ്ഞ് എടുത്തു കൊടുക്കാൻ എനിക്ക് അത്ര ക്ഷമയല്ല. ഇടിയെല്ലാം ഉണ്ടല്ലോ, അന്ന് നമ്മൾ പൊട്ടിച്ചൊക്കെ അന്ന് നമ്മൾ കഴിച്ചു കിങ് ക്രാബ് അല്ലേ, അന്ന് മാളു ഇല്ലായിരുന്നു. നീ വേണമായിരുന്നു മാളു. ഇത്രയും വലിയ ഞണ്ട് ഇത് അപ്പം ആദ്യം ഉണ്ടാവും. നീ ഇത്രയും വലിയ ഞണ്ട് അതിന്റെ മാംസം അത് ഞങ്ങള് ചുറ്റിക വെച്ച് അടിച്ച് പൊട്ടിക്കും. അത്ര കട്ടിയായിരുന്നു. എന്നിട്ട് അത് ഞങ്ങൾ ചുറ്റിക വെച്ച് അടിച്ച് പൊട്ടിച്ചിട്ടാണ് അതിന്റെ ഉള്ളിൽ നിന്ന് മാംസം ഒടിച്ചിട്ട് ഞാൻ നല്ല ആസ്വദിച്ച് കഴിച്ച്. ഇതാണെങ്കിൽ ആർക്കോ വേണ്ടി തിന്നണ്ടായിരുന്നു. ഞാനേ ഇവിടെ വന്നതിന് ശേഷമാണ് ചെമ്മീന് ഞണ്ട കല ഞാൻ അതൊന്നും കഴിക്കില്ലായിരുന്നു. നീ ഇല്ലാത്ത കഴിച്ചാലേ ഇതൊക്കെ മാറുള്ളൂ. നീ ഇല്ലാത്തോണ്ട് എനിക്കൊന്ന് കൊറേ തിന്നേണ്ടി വന്നു. അത്ര ഉണ്ടായിരുന്നു. ഞാൻ ഇല്ലാത്ത ചേച്ചിക്ക് അത്ര സന്തോഷമായി. ഞണ്ട് നീ തേങ്ങ ചിരണ്ടി വെച്ചേരാ. തേങ്ങ കറി ഉണ്ടാക്കി തരാം. ഫ്രൈ ഒക്കെ ഉണ്ടാക്കിയതല്ലേ. ഞണ്ട് ഫ്രൈ ഒക്കെ ഉണ്ടാക്കും. ഉണ്ടാക്കും, മറന്നുപോയതാ. ഞാൻ ഇനി എന്റെ കൈ സുഖാവുന്നത് വരെ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കത്തില്ല. ഞാൻ പറയത്തൂല്ല. അയ്യോ, നമ്മൾ അത്രയ്ക്ക് ഇയാളെന്ത് വിചാരിച്ചു? അല്ല, അതുകൊണ്ടല്ലേ. ഇയാളെന്ത് വിചാരിച്ചു? ഞാൻ ഇപ്പൊ ഇയാളോട് പറയുന്നു വിചാരിച്ച? ഇല്ല, ഞാൻ സരിത അല്ലാതിരിക്കണം. അല്ല മാളു, സപ്പോർട്ട് ചെയ്യും. അതെ, സരിത അല്ലാണ്ടിരിക്കണം. അതെ, ഇത് സരിതയാണ് കേട്ടോ. നീ ചെയ്യേണ്ടത് തേങ്ങ ചിരണ്ടി വെക്കണം. ചെറിയ ഉള്ളി നിന്റെ ഇത്ര. ഓക്കെ. അയ്യോ, അത് ചെറുതാക്കല്ലേ. ഓ, നിവൃത്തിപിടി. അത്ര കൂട്ടി പിടിക്കുമല്ലോ. അത്ര. എവളിങ്ങനെ ആക്കിയാലും അത് 10 പോലും നിൽക്കൂല. ഇങ്ങനെ വളരും. നോക്കിക്കോ, നീ വളരൂലെന്ന് ഞാൻ പറഞ്ഞില്ല. കൈ ചെറുതല്ലേ. ഓ, അങ്ങനെ. അപ്പൊ ചെറിയ ഉള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ അത്ര മതി. ബാക്കിയൊക്കെ ഞാൻ വന്നിട്ട് എടുത്തോളാം. അപ്പൊ പിന്നെ നമുക്ക് പോവാം അല്ലേ? ആഗമിച്ചാലും. അയ്യോ അമ്മേ, സൂക്ഷിച്ചു, ഞാൻ ഇപ്പൊ വീഴാൻ പോയിട്ടുള്ളൂ.
തേങ്ങ വറക്കുമ്പോൾ ശരിക്കും എണ്ണ വേണ്ട. ഞാൻ പിന്നെ ഉള്ളിയൊക്കെ ഒന്ന് പെട്ടെന്ന് മൂത്ത് കിട്ടും, അല്ലെങ്കിൽ മനസ്സിലായല്ലേ പരിപാടി തീരൂല. എത്തണില്ലല്ലേ? എത്തണുണ്ടമ്മായി, കാറ്റ് കൊണ്ടുപോകും, കാറ്റ് കൊണ്ടുപോകും. ഇതൊന്ന് മൂത്ത് കിട്ടിക്കഴിഞ്ഞാൽ തേങ്ങ പെട്ടെന്ന് ആയിക്കോളും. ഉലുവ ഇതിന്റെ കൂട്ടത്തിലിട്ടാ മൂത്ത് പോവോ അമ്മായി? കരിഞ്ഞു പോവോ? ഇപ്പഴുണ്ടോ അല്ലെ? ഉള്ളി ഒന്ന് മൂത്തിട്ടിടാ അല്ലെ? അങ്ങോട്ട് നീക്കി വെച്ചിട്ടേ ഇതിന്റെ കൂടെ ഇട്ടാ മൂക്കില്ല. അങ്ങോട്ട് ഒതുക്കി വെച്ചിട്ട് ദാരി കുഞ്ഞു കുഞ്ഞു കുഞ്ഞാന്നരിഞ്ഞ കുഞ്ഞു കുഞ്ഞു അരിയുന്നെങ്കിൽ ഞാനാ സരിത ചേച്ചിക്ക് അറിയത്തില്ല. പക്ഷേ ഉള്ളി ഞാനാണ് അരിഞ്ഞത്. ഉള്ളി എനിക്ക് അറിയുന്നില്ല. ഉള്ളി എന്തെന്നറിയാവോ? ഇനി അരിഞ്ഞ് അതിന്റെ ഓരോ പീല് ഇളവി അപ്പൊ അരിയാൻ പറ്റൂല, ദേഷ്യം വരും. ഇതേ ദേഷ്യം തന്നെ എനിക്കും വരണത്, മനസ്സിലായപ്പോ? ദേഷ്യം വരൂലേ പീൽ ഓഫ് ചെയ്യാൻ പറ്റും. മാളും അവിടെ എങ്ങനെ ചിരട്ടുണ്ടാ നോക്കിട്ടോ. അമ്മായി വയ്യെങ്കിൽ അമ്മായി പോയി റെസ്റ്റ് എടുത്തോ. പൊക്കോ. ഉണ്ടാ വയ്യാണ്ട് ഇവിടെ വന്ന് നിൽക്കേണ്ട വല്ല കാര്യമുണ്ടോ? എന്തായാലും അമ്മായിനെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കൂല. ഞാൻ പോകും. വർത്താനം പറയാൻ ആരും ഇല്ല മാളു. പോയിക്കട. ആ അത് വെച്ചോ അത് ഉറുമ്പ്. കൂട്ടക്കൊലപാതകം മതി. മീൻകറിക്ക് ഇടുന്ന അത്രയും വേണ്ട. ഇനി മല്ലി ഇടാം. മല്ലി കണക്കും കൂടി പറഞ്ഞിട്ട് അമ്മേനെ വിട്ടാൽ മതിയായിരുന്നു. എനിക്ക് മുഴുവൻ മല്ലിയുടെ കണക്ക് അറിഞ്ഞൂടാ. മല്ലി കണക്ക് പറഞ്ഞൂടാ. മല്ലിപ്പൊടിയുടെ കണക്കാണെങ്കിൽ ഞാൻ സെറ്റാ. കുഴപ്പമില്ല, ടേസ്റ്റ് വല്ല മാറിപ്പോ എങ്ങനെയെങ്കിലൊക്കെ ചേച്ചി കറക്കി എടുത്തോളൂ. എടുക്കും. ആ ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട്. പണ്ട് നീടി പിടിക്കുമായിരുന്നല്ലോ ചിരണ്ടിയാതൊക്കെ എനിക്ക്. ഞാനല്ലേ ചെയ്യുന്നത്, അപ്പൊ പകുതി എന്റെ ബാക്കിയല്ലേ പോലെ. എനിക്കെന്ത് മല്ലിയുടെ കുത്തലെങ്ങാനും കൂടുതലാണെങ്കിൽ മല്ലി കുത്തുവോ? മല്ലിയുടെ ചൊവ കൂടുകയാണെങ്കിൽ കൂടൂല, കറക്റ്റ് ആയിരിക്കും. കൂടുകയാണെങ്കിൽ അമ്മായിയുടെ തലക്ക് വെക്കണം കേട്ടോ. അയ്യോ പാവം പോയ എങ്ങോട്ടെ. ഇല്ല വെക്കണം. പക്ഷെ എൻ്റെ വായക്ക് റെസ്റ്റ് ആയി പോയല്ലോ മാള്, ഒന്നും തിന്നാനില്ലല്ലോ ഇപ്പോൾ. ഇനി ഇതാവാണ്ട സ്നാക്സിന് പോകാനും പറ്റില്ല നമുക്ക്. അല്ലോ കൂലി എപ്പോഴും ചാച്ചോണ്ടിരുന്ന ഇപ്പോഴും ഇങ്ങനെ വർത്താനം പറഞ്ഞു കൊടുക്കുമ്പോൾ നിനക്ക് പാക കഴിക്കാറില്ലല്ലോ. അതുപോലെയാണ് എനിക്കും. ഇല്ല, തിന്നുകൊണ്ടിരിക്കുമ്പോൾ പാക കഴിക്കാറില്ല. കട്ടിയുള്ള ഉരുളി എടുത്തുണ്ടോ? തുണി തടത്തുണി സെറ്റായിട്ട് വെച്ചോ. ഞാൻ പൊടി ഇട്ട് കഴിഞ്ഞാൽ ഉടനെ എടുത്തോണേ. കാരണം ചീനച്ചട്ടിയിൽ ചൂടുണ്ടാവും, അപ്പോൾ കരിഞ്ഞു പോവും. തീർന്നാ? മുളക് പൊടി നിൽക്ക് ഞാൻ പറയാം. മുളക് പൊടി, മഞ്ഞപ്പൊടി, ചീരി കുരുമുളക് പൊടി. കുരുമുളക് മതിയായിരുന്നു, അങ്ങനെ മറന്നുപോയി. എടുത്തോ എടുത്ത് കൈ പിടിച്ചോ. നീ ഇവിടെ വെച്ചോ. ചേച്ചിക്ക് മാത്രം ചുമ അല്ലേ? നമുക്ക് സ്നാക്സ് എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. ഇനി ഇതെന്തായാലും തണുത്തതിന് ശേഷം നമുക്ക് അരയ്ക്കാൻ പറ്റുള്ളൂ. എനിക്കിഷ്ടല്ല ഈ തൊലി. ആര് പറഞ്ഞിട്ട് ഇത് വാങ്ങിച്ചാ? അവിടെ കണ്ട് വാങ്ങിച്ചു. ഇഷ്ടപ്പെട്ടോ? ഇതിനെങ്ങനെ മോദകം എന്ന് പറയണം അമ്മായി? എന്തുകൊണ്ട് ഇതിനെ മോദകം എന്ന് പറയണം?
ഇതിപ്പോ ഇതിൽ വേറെ എന്താ മറ്റേ പയറാണ്. അതാ ഇതില് ചെറുപയറല്ല, ഇതിൽ അവിലാണ്. അവിലും പരിപ്പൊക്കെയാ പറയണ, ചെറുപയറല്ല. ചെറുപയറിനല്ലേ മോദകം എന്ന് പറയണത്. ഞാൻ സുഖിയൻ എന്നാ പറയാറ്. ശരിക്കും ഈ മോദകം പാർവതി ശിവന് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെക്കുന്നതല്ലേ മോദകം എന്ന് പറയണേ. പക്ഷെ ഗണപതി അല്ലേ കഴിക്കണേ? ആ ഗണപതിയുടെ ഫുഡല്ലേ. ഗണപതിക്ക് ഉള്ളത് ഉണ്ണിയപ്പോണേ ഏറ്റവും പ്രധാനം. ശിവന് വേണ്ടിയിട്ടോ ഗണപതിക്ക് വേണ്ടിയിട്ടോ എനിക്ക് അറിയത്തൊന്നുമില്ല. ഗണപതിക്ക് വേണ്ടിട്ടാ. കൈലാസനാഥൻ സീരിയൽ കണ്ടപ്പോ കണ്ടതാ അത്. ആ ശിവനല്ലേ, അതിന് വേണ്ടി ജനിച്ച മനുഷ്യൻ കണക്കുണ്ട്. ആ റോള് ചെയ്യാൻ വേണ്ടി ജനിച്ച മനുഷ്യൻ. ഇപ്പൊ നമ്മള് മനസ്സിൽ മഹാദേവ എന്ന് ആലോചിക്കുമ്പോ മറ്റോ ഈ കൈലാസ സീരിയൽ തുടങ്ങുമ്പോ ഒരു വീഡിയോ ഉണ്ടല്ലോ, കൈലാസന അങ്ങനെ ഇതുണ്ടല്ലോ. അപ്പൊ ആ ശിവനെ നമുക്ക് ഓർമ്മ വരുള്ളൂ. ആ പാർവതി നൈസാ, അതിലെല്ലാരും നൈസാ. മഹാഭാരതം കണ്ടുണ്ടാ? മഹാഭാരതത്തിലെ ശിവൻ കൃഷ്ണൻ അത് കിടില്ല. വസുദേവർ. അർജുനും കൊള്ളാം. അർജുന്റെ മുഖം എനിക്ക് ഓർമ്മയില്ല. നല്ല ഭംഗിയുണ്ട്. അഭിമന്യും കൊള്ളാം. നീ എങ്ങനെയാ അത് കണ്ട്? മഹാഭാരതം പഴയത് ഇപ്പോഴും ഉണ്ടല്ലോ. അത് ശ്രീ മഹാഭാരത് കഥ അതല്ല ഹിന്ദിയിൽ. ആ അത് നീ എങ്ങനെയുണ്ട്? എവിടെ കണ്ട്? എങ്ങനെയുണ്ട്? ആണോ? റീടെലികാസ്റ്റിംഗ് ആ? എനിക്ക് അറിഞ്ഞിട്ട് പഴയതാണെന്ന്. ഞാൻ ഗന്ധർവല്ല, കൃഷ്ണനാണ് അതിലെ കൃഷ്ണൻ. നല്ല പൊക്കമുണ്ട്, പൊക്കമുണ്ട്, നല്ല ഭംഗിയാണ്. റെക്ടാങ്കിൾ ഷേപ്പ് മോഹം. കർണനും കൊള്ളാം. അത് ദ്രൗപതിയും കാണാൻ കൊള്ളാം. അതൊന്നും എനിക്ക് ഓർമ്മയൊന്നുമില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ടുപേരെ ഞാൻ ചോദിക്കാം, മറ്റേ ദ്രൗപതിയുടെ വസ്ത്രാഭിഷേക സമയത്ത് ദ്രൗപതി ഏത് കളർ ഡ്രസ് ആയിട്ടിരുന്നേ? ഞാൻ ഇത്ര ഉള്ളപ്പോൾ ഞാൻ കണ്ട ഇതില് റെഡ് ആയിട്ടിരുന്നേ. ഞാൻ പറയാൻ വന്ന റെഡ് എന്ന്, പക്ഷെ മഞ്ഞാൻ തോന്നുന്നു. ഒഴിച്ചോ, ഞാൻ പറയാൻ വരികയായിരുന്നു. നീ വന്നിട്ട് ഞാൻ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുക. ഫുൾ ആയിക്കട്ടാ. ഞാൻ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുക, വരുന്നുണ്ടാന്നുള്ളത്. കാരണം വന്നു കഴിഞ്ഞിട്ട് വേണമല്ലോ വെളിച്ചെണ്ണയും കൂടി എടുത്തോണ്ട് വരാൻ പറയാൻ. ഇളക്കണോ? ഇളക്കിക്കോ. ചേച്ചി പറഞ്ഞു ഉള്ളി ഇളക്കണ്ടാന്ന്. ഓയ്, ഞാൻ നിന്നോട് കുത്തും. ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. എന്താ? ഒരുപാട് സവാള ഇട്ട് ഇളക്കുമ്പോഴാണ് അത് വെന്ത് പോകുന്നത്. നമുക്ക് മൊരിഞ്ഞാണ് കിട്ടുന്നതെങ്കിൽ മനസ്സിലായോ? നീ പോയിട്ട് അരച്ച മസാല എടുത്തുണ്ടോ? നിന്നോട് ഞാൻ പറയാൻ പോവായിരുന്നു. ഇന്നെല്ലാം ഞാൻ കണ്ടറിയും ചെയ്തു. ഇത് പുളിവെള്ളമാക്കിയോ? നിന്നോടേ 2 മൂടിയും കൊണ്ട് വരണേ എന്നിങ്ങനെ പറയാൻ പോവായിരുന്നേ. ചേച്ചി മനസ്സിൽ കാണുമ്പോൾ ഞാൻ മാനത്ത് കാണും. അസ്ട്രോളജി പഠിക്കുന്നു. പിന്നെ ചേച്ചിയുടെ മാത്രം അതിനെ ചോദിച്ചെനിക്ക് അറിഞ്ഞൂടാ. ഈ കത്തണ്ട ഉപ്പുണ്ടാന്നൊക്കെ. കമോൺ, കഴിഞ്ഞോ? ഇത് തിളക്കട്ടെ. എന്തെങ്കിലും സ്നാക്സ് കഴിച്ചിട്ട് വരാം. അമ്മായി കിടത്തു കൊടുക്കുവാളൂ. അമ്മായി എൻ്റെ മടിയിൽ വെച്ചോ. ഓക്കെ. ഇതെടുത്തോ? ആ ഇരിക്കണം. ഓ, ഈർക്കിലിരിക്കണോ?
വലിയ മധുരമില്ല അല്ലേ? കൊള്ളില്ല. കണ്ടപ്പോഴേ തോന്നി. ഈ ടൂത്തുപ്പിക്കപ്പം എൻ്റെ മുക്കി കുത്തി കയറിയാണ്. അമ്മായിക്ക് അത് വെച്ച് കഴിക്കാൻ പറ്റില്ലേ? കൈ വെച്ച് കഴിച്ചോ. പച്ചവെള്ളം പോലെ ഇരിക്കണം അല്ലേ? എനിക്ക് മതി മാളു. എനിക്ക് മതി. നല്ല ഒന്നാന്തരം വറുത്തറച്ച കറിയും കൂട്ടി ചോറും കൂട്ടി ആ ഞാണ്ടങ്ങൾ എടുത്ത് പൊട്ടിച്ച് കഴിക്കേണ്ടതാ. കൊല്ലാൻ പറയും കണക്കാണ് കാണിക്കണം. ഫുഡ് കഴിക്കാൻ പോണ എനിക്ക് തോന്നണേ ഇല്ല. നമ്മളൊക്കെ ഞാൻ രണ്ടൊക്കെ എടുത്ത് ഇങ്ങനെ കഴിക്കണം. ഇങ്ങനെ പറയുമ്പോ രണ്ടൊക്കെ എടുത്ത് കടിച്ച് എന്താ പറയാ, കണ്ണ് കാണാനില്ല, കണ്ണ് വര കണക്കായി ഇങ്ങനെ. ആരെന്റെ എന്തും ചെറുതേരും കണ്ണ് ചെറുതല്ലേ? ആ അതെ, ഈ പറയുന്ന ആളുടെ കണ്ണങ്ങ് മൊത്തങ്ങ പോലെ എന്റെയും സജിതയുടെ കണ്ണ് ചെറുതെന്നാ പറഞ്ഞേ. ചേച്ചിയുടെ ഇല്ലേ, ചേച്ചിയുടെയും അമ്മയുടെയും കണ്ണ് ചെറുതെന്നാ പറഞ്ഞേ. എന്റെ കണ്ണ് കണ്ടോ? മത്തങ്ങ കണ്ണ് ഉള്ളതുണ്ട്. എന്റെ ഉണ്ടക്കണ്ണൊന്നുമില്ല. മത്തങ്ങ കണ്ണ് എന്റെ ഉണ്ടക്കണ്ണല്ല. ആണ്. അല്ല അല്ല, വലിയ കണ്ണായില്ല. വലിയ കണ്ണാ സംഭവിച്ചു. നിങ്ങൾ അപേക്ഷിച്ച് നോക്കുമ്പോ എന്റെ കണ്ണ് വലിയ കണ്ണാ, പക്ഷെ എന്റെ കണ്ണ് ഉണ്ടക്കണ്ണല്ല. വലിയ കണ്ണ്, വലിയ കണ്ണാ പക്ഷെ ഉണ്ടക്കണ്ണല്ല. ഹലോ എക്സ്ക്യൂസ് മീ, ഞാനത് ഒരു പ്രാവശ്യമല്ലേ പറഞ്ഞിട്ടുള്ളൂ. നീ എന്തിനാ അത് 10 പ്രാവശ്യം പറയണത്? അതിന് ഇഷ്ടമല്ല അങ്ങനെ പറയണം. ഇഷ്ടമല്ല ഉണ്ടക്കണ്ണ പറയണം. ഞാൻ ഒരു പ്രാവശ്യമല്ലേ പറഞ്ഞുള്ളൂ. എങ്ങനെ എല്ലാരും കളിയാക്കും ഉണ്ടക്കണ്ണിനെ വിളിച്ച്. ആണാ? അപ്പൊ നീ ഉണ്ടാക്കണ്ടേ എന്റെ ബാമ്മായി ചേച്ചി ചീങ്കണ്ണി. അല്ല, നമുക്ക് അവിടെ കൂടെ നടക്കാൻ പാടില്ല. പട്ടി നോക്കിക്കൊണ്ട് നടന്നു പോണേ. അവര് വിളക്കാത്തത്. അയ്യോ, അത് കൊള്ളാം. ചോദിച്ചിട്ട് വാ. എന്നാലും ചോദിക്കും ബൈക്കിൽ കൂടി പട്ടി ഇവിടെ നിന്ന് വിട്ടു പാറണം. ഇവിടെ മനുഷ്യർ അങ്ങോട്ട് ഇറങ്ങി ഉടനെ ഇവന്മാരെ അലോൺ ചെയ്യണ്. ഇപ്പൊ ഇത് പോയപ്പോ ഒരു കുഴപ്പമില്ല. അതെ, നീ പറയാൻ കാലുള്ളവര് പോയാ കുഴപ്പമില്ല. നമ്മളും അങ്ങനെ നടന്നാ മതി മോളൂ. അപ്പൊ ഇനി ഞാൻ പോണ. എനിക്ക് വയ്യ, നടുക്ക് ചളി കേട്ട് ചളി, ഇപ്പുറ സൈഡും ചളിയായി അപ്പുറ സൈഡും ചളിയായി. നീ പറക്കിടോ ഞാൻ പറക്കിടണോ? ഞാനിടാം. നല്ല തീയല്ലോ മാളു. എന്നിട്ട് എന്തൊരു പുക. ഇല്ലേം ചോദിക്കണം. ഇതൊന്നും കളയുന്നില്ലേ? ഇത് ഇതൊക്കെ എന്റെ മോളെ അതാണ് പൊന്ന്. കുഞ്ഞാ? ആ, അതിനാണ് ഏറ്റവും രുചി കൂടുന്ന സാധനം. ഓ, അതിന് പണ്ടൊക്കെ ആൾക്കാർ അറിയാണ്ടൊക്കെ, എന്തിന് ഞാൻ പോലും അറിയാണ്ടൊക്കെ അതൊക്കെ കാടുകി വൃത്തിയാക്കി അങ്ങനെയൊക്കെ ചെയ്തിരുന്നേ. ഒരു പ്രാവശ്യം പിന്നെ ഇതിന്റെ ബാക്കിലൊരു മുട്ടയും വരും. അപ്പൊ അതൊക്കെ ഞാൻ പണ്ട് ഉപയോഗിക്കില്ലായിരുന്നു. അങ്ങനെ ഒരു പ്രാവശ്യം മാർക്കറ്റിൽ പോയിട്ട് ഞാൻ പറഞ്ഞു, ചേട്ടാ ആ ബാക്കിൽ ആ സാധനം ഉള്ളത് വേണ്ട ചേട്ടാ. ഞാൻ പറഞ്ഞു അത് വേണ്ട ചേട്ടാന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പഴേ എന്താ മോളെ പറയണ, അതല്ലേ പൊന്ന്. ഞണ്ടില് നമുക്ക് കളയാനൊന്നുമില്ല, തോടല്ലാണ്ട് ഞണ്ടില് കളയാനൊന്നുമില്ല. അതുണ്ടെങ്കിലാണ് ഞണ്ട് കറി. എല്ലാരും അതിന് ഇടിപിടിച്ചുകൊണ്ട് പോകണം. ഇവിടെ ഒരാൾക്ക് വേണ്ടാന്ന് പറഞ്ഞ് കളിയാക്കണന്നെ. ആളു നീ പോയി ടേബിൾ സെറ്റ് ചെയ്തോ. ഇതൊന്ന് തിളച്ച ഞണ്ടായി. ഓക്കെ. തമ്പുരാട്ടി കേക്ക്. അമ്മായി തമ്പുരാട്ടി നിനക്ക് നീ എടുത്തോളൂ കേട്ടാ. മുറിച്ചു തരാം അമ്മായി.
ആ ക്ഷമയില്ല ഇത് കഴിക്കാൻ. നീ ഇല്ലാത്ത ദിവസം ഞണ്ട് ഫ്രൈയും ഞണ്ട് രസവും ഉണ്ടാക്കി. ഞണ്ട് ഫ്രൈ ഞാൻ തിന്നിട്ടുണ്ട്. രസം ഉണ്ടാക്കി. മാളും ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് പറഞ്ഞു കഴിച്ചല്ലേ. പാടാണ് ഇത് കഴിക്കാൻ. പക്ഷെ എന്തൊരു ടേസ്റ്റാ കഴിക്കാൻ. അത് എത്ര കഷ്ടപ്പെടണോണ്ടോ. രുചിയുള്ള സാധനങ്ങൾ കുറച്ച് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കഴിച്ചാൽ മതി എന്നാ ദൈവം പറയാം. അങ്ങനെയൊക്കെ ദൈവം പറഞ്ഞിട്ടുണ്ടോ? അതേ ദൈവം പറ. ഇത് പാട്.